എടുക്കാൻ പറ്റൂല. ഇത് ഞങ്ങളുടെ അപ്പാപ്പിയുടെ മോനാണ്, കേശു മിലൻ എന്നാണ് പേര്. അപ്പോൾ ഇത് നമ്മുടെ വീഡിയോയിൽ നമ്മുടെ കൂടെ ഫുൾ ഉണ്ടായിരിക്കും. പിന്നെ ഞങ്ങളെ കസിൻസ് എല്ലാവരും ചേർന്ന ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ബാക്കി കുറേ പരിപാടികളുണ്ട് ഇന്ന്. അപ്പോൾ വീഡിയോ ആണെന്ന് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് നിങ്ങൾക്ക് കഴിക്കാൻ എന്തൊക്കെയാണ് കമൻറ്റ് ചെയ്യുക. ഇത് കഴിക്കാൻ വെജിറ്റബിൾ കറിയും ഇടിയപ്പമാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ലക്ഷ, ഞാൻ കൈല, ഞാൻ മിലൻ, ഞാൻ ശ്രീലക്ഷ്മി. അപ്പോൾ ഇനി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ബാക്കി പരിപാടിയിലേക്ക് പോകാം. ഇതാണ് ഞങ്ങളുടെ വീരുക്കുട്ടൻ ഇവിടെ ഭയങ്കര ബിസിയാ. മണ്ണ് വാരി ആംബുലൻസ് ഫുൾ അവൻ കുളമാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ കലാപരിപാടികളില്. വീരുക്കുട്ട ഒരു ഹായ് പറഞ്ഞേ. ഹായ് പറ വീരു. ഹൈഫൈ വീരു, ഹൈഫൈ. ഡേയ് വീരു. ഇപ്പൊ ഇവിടെ കൂടെ ഒഴിച്ചു, നമുക്കത് കഴിയുമ്പം അങ്ങോട്ട് പോവാം കളിക്കാൻ പോവാം. മറിഞ്ഞ് വീടരുത് വീരിച്ചേട്ടോ. ഞങ്ങൾ എല്ലാരും ഇവിടെ കളിക്കുകയാണ്. അപ്പൊ ഗൈസ് ഞങ്ങൾ ഇനി കടയിലോട്ട് പോവാണ്. നമുക്ക് ഇനിയും കടയിലോട്ട് പോകാം. ബാ, ഇവിടെ ഒരാൾ സൈക്കിളിൽ. അവൻ ആദ്യം കടയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പിടിച്ച് നിർത്താനും ചാൻസ് ഉള്ളൂ. ഒരുത്തൻ ഓടി ഫസ്റ്റ് എത്തണം പറഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. എടാ നീ ഓടറാ. ബോഡി ഗാർഡും ഉണ്ട്. നമ്മുടെ ബോഡി ഗാർഡ് പോകുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരുടെ കടയിൽ പോയി കുറച്ച് സാധനമൊക്കെ മേടിച്ചിട്ട് ഇപ്പൊ വരാം. സാധനം കിട്ടി, നമുക്ക് ഇനി വീട്ടിലോട്ട് പോവാം. അപ്പൊ ഞങ്ങളും വീരച്ചേട്ടനും എല്ലാവരും കൂടെ കളിക്കാൻ പോവാം. നമുക്ക് ഇനി കളിക്കാൻ പോവാം. ഓടി കളിക്കാൻ പോവാം. അപ്പൊ ഞങ്ങളിതാ കല്ലോളം പറമ്പിലോട്ട് ട്രിപ്പ് പോവാണേ. ഇവിടെ ബോർഡൊക്കെ ഉണ്ട്. ഇതൊരു കൂടെ അല്ല, നേരെ പോ, നമുക്ക് കളിച്ചാം. ഇവിടെ വീർക്കുഞ്ഞ് കുറെ കളിക്കാൻ സ്ഥലമുണ്ട്. ഇതാണ് ഞങ്ങളുടെ കല്ലോളം പറമ്പ്. നൈസ് പ്ലേസിലെ ഉണ്ട്, പിള്ളേരൊക്കെ കളിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ ഒരുപാട് ഇവിടെ ഒന്നും വരാറില്ല, 1-2 വട്ടം വന്ന് പോയി. പിന്നെ ഇപ്പൊ പിള്ളേരോട് കളിക്കാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീര് സാറ്. കളിക്കാൻ സെറ്റ് സ്ഥലമാണ്. ഇവിടെ കളിക്കാൻ കുറെ പ്ലേസ് ഉണ്ട്, ഞാനിപ്പോ കാണിച്ചു തരേ. ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കാണാൻ നല്ല ഫീലാണ്, നല്ല രസമാണ്. ഇടയ്ക്ക് വർഷത്തിലൊരിക്കലും ഇങ്ങനെ ഇവിടെ തീ പിടിക്കും, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ചൂടാകുമ്പോൾ ഈ കാടെല്ലാം അങ്ങ് തീ പിടിക്കും. അപ്പോൾ ഫയർഫോഴ്സുകാർക്ക് ഒരു ചെറിയ പരിപാടി ഉണ്ട് ഇവിടെ. നമ്മുടെ ബോഡി ഗാർഡ് അമ്പാടിച്ചനെ കൊണ്ട് സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കുക. മറിഞ്ഞടിച്ച് മിക്കവാറും വീഴും നമുക്കിപ്പോൾ കാണാം. കേശു പുറകെപ്പിടി. വീരിച്ചേട്ടാ കളിച്ചോ, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എന്ന് പറ. കൊള്ളാവോ? സ്ഥലം കൊള്ളാവോ? അച്ഛമ്മ കാട്ടിയാവ് പോകുന്നു, അത് വന്നോളൂ. സ്കൈ ഒക്കെ കാണാൻ നല്ല ഫീൽ ആയിട്ടില്ല, നല്ല രസമുണ്ട്. ഇത് കണ്ടോ, ഇവിടുത്തെ ഏരിയയൊക്കെ, ഇതിവിടെ മലയൊക്കെ പോലെ എന്തോ നൈസ് പ്ലേസ് ഇവിടെ അല്ല. ഇവിടെ ഓടിക്കളിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഗ്രൗണ്ടാണ് ഇത്. ഇവിടെ വൈകിട്ട് ചേട്ടന്മാരൊക്കെ വന്ന് ഫുട്ബോൾ കളിക്കുന്നത്. അവിടെ ഇപ്പം അവന്മാർ സൈക്കിള് ചവിട്ടി പഠിക്കുന്നത്. വീരക്കുഞ്ഞിന്റെ വണ്ടി ഓടിച്ചോ. അയ്യോ, പയ്യ ചവിട്ട്, ചവിട്ടിക്കോ. ഇങ്ങനെ
നിങ്ങൾക്ക് 100 മണിക്കൂർ തന്നെ തരാം. മതിയോ? മതിയാവൂ. വണ്ടിയും പൊക്കിക്കൊണ്ട് ആ കുരുട്ട് ഓടുവാ. നമുക്ക് ഇവന്റെ പുറകെ പോയാൽ മറ്റേ വഴിയാ കണ്ടുപിടിക്കാൻ പറ്റും. പുതിയ ഇത് ഡ്രൈവിംഗ് പഠിക്കാനുള്ള വഴിയാണോ? അല്ല, ഇറക്കാൻ പറ്റൂല. വേണ്ടല്ലോ വേണ്ടല്ലോ. അയ്യോ ഇതല്ല വീട്ടിലെ അമ്മയുടെ മിനി ഗാർഡൻ. കുറെ കാട് പിടിച്ചതൊക്കെ ഇപ്പൊ അങ്ങോട്ട് ശരിയാക്കാൻ ടൈം കിട്ടിയിട്ടില്ല അമ്മയ്ക്ക്. അതുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നത്. ചെത്തി ഇവിടെ കുറേ സംഭവങ്ങളുണ്ട് കാണാൻ. ഗായ്സ് ഇതൊക്കെ കഴിഞ്ഞ് കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്നു. ഇവിടെ എല്ലാവരും ഭയങ്കര സ്നാക്സ് കഴിപ്പാണ്. ഒരാളവിടെ ആംബുലൻസ് വിട്ട് വീരുക്കുട്ടന് കളിയില്ല. വീരുക്കുട്ടോ ഗൈസ് ഈ സാധനം ഇഷ്ടമുള്ളവർ കമന്റ് ചെയ്യണം. നല്ല സുഖമായിരിക്കും. കേശു കല്യാണപ്പറമ്പിലെ കളി എങ്ങനെ ഉണ്ടായിരുന്നു? ഈ സാധനം നമ്മുടെ വീരുക്കുഞ്ഞിന്റെ പേടിയാ. വീരുക്കുഞ്ഞെ വീരു വേണോ? വിറ്റിട്ടാണോ? മാറ്റിക്കോ, കളയരുത്. ക്യാമറ വേണ്ട വേണ്ട. ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കും എല്ലാവരും. അപ്പം എന്താ ഇവിടെ വീരുകൂടെ എടുത്ത് വെച്ച് വീരുകൂടെ പോയി. നമ്മൾ ഉച്ചക്കത്തെ ലഞ്ച് പരിപ്പും പപ്പടവും പിന്നെ ഇതാ ചാറുകറി ഉണ്ട്, മീൻ പറ്റിച്ചതുണ്ട്. ഇതൊന്നും എനിക്ക് വേണ്ടാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല. അതേ ബാക്കി എല്ലാവരും കഴിച്ചോണ്ടിരിക്കും. നമുക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ചെറിയ റെസ്റ്റ് കഴിഞ്ഞിട്ട് പട്ടം പറത്തല്. അപ്പൊ ഗൈസ് നമ്മളിപ്പോ ഇവിടെ ഒരു പട്ടം ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതാ പേപ്പറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. വെച്ച് പട്ടം ഉണ്ടാക്കാം. എന്നിട്ട് അതാണ് ഇനി അടുത്ത പരിപാടി. തുടങ്ങിക്കോ. ഫുള്ള് ഞങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ടെറസിന് വേണ്ടി പട്ടം പറത്തും. അപ്പൊ വൈകിട്ട് അതാണ് നമ്മുടെ പരിപാടി. മഴയുണ്ടായാൽ പണി കിട്ടും. മഴ പെയ്തിട്ട് നമുക്ക് സാധനം എടുക്കാൻ വന്നപ്പോ എല്ലാം എടുത്തിട്ട് വരാം. ഞാനും ഇവരും കൂടെ വാല സെറ്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ പട്ടം. ചെറിയ ബോഡിയും വലിയ വാലും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി പട്ടം പറപ്പിക്കാൻ പോവാ. നമ്മളിവിടെ പട്ടെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം നിൽക്കുക. ഇനിയിപ്പോ നൈസ് എടുത്ത് നല്ല കാറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പട്ടം പറപ്പിക്കാം. ഗൈസ് ഇതാണ് ഞങ്ങളുടെ പട്ടം. ഇതിന്റെ വാല് കണ്ടോ, നല്ല ലെങ്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പട്ടത്തിൽ നമുക്കത് പറപ്പിക്കാം. നല്ല കാറ്റുകൊണ്ട് പറക്കുമെന്നാണ് ഒരു വിശ്വാസം. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം.